മുട്ടുസൂചിയും നൂലും വെച്ച് മനോഹരമായ ചിത്രം ഒരുക്കിയ ഒരു കലാകാരനെ തേടിയാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് പൂച്ചപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ കലാകാരനെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ പേരാണ്? എൻ്റെ പേര് രതീഷ്. രതീഷ്. ചേട്ടാ ഇത് എങ്ങനെയുണ്ട്? ഇത് എത്ര നാളായി ഇത് ഈ ആർട്ട് വർക്ക് തുടങ്ങിയിട്ട്? ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആയിട്ടുണ്ട്. അല്ലേ? ഇതിപ്പം EK നായനാർ. ഇതെങ്ങനെയാട്ടാ ഇത് നിർമ്മിച്ചെടുക്കുന്ന? ഇത് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. അപ്പൊ ആപ്ലിക്കേഷനിൽ നമ്മൾ ഫോട്ടോ കെട്ടിയിട്ടിട്ട് അത് നോക്കിയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ ആ ഫോട്ടോയിലാണ് ഇതിൻ്റെ അകത്തെ കാര്യം. ആപ്ലിക്കേഷനിൽ ഏത് ഫോട്ടോ ഇട്ട് കൊടുത്താലും ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റ് ആ ഒരു ഫോട്ടോ നമ്മൾ റെഡിയാക്കി കൊടുക്കണം ഈ ആപ്പിലേക്ക്. ഇത് മുട്ടുസൂചിയാണല്ലേ? ഇത് മുട്ടുസൂചി നൂലും മാത്രം ഉപയോഗിച്ച് മൾട്ടിവുഡും. ഇതിപ്പോ എത്ര മുട്ടുസൂചി കാണും ഇതിനകത്ത്? ഇതില് 264 ഉണ്ട്. 264. ഇത് കറക്റ്റ് അളവിൽ ഇങ്ങനെ ഒരേ സെന്റിമീറ്റർ. ഇത് സാധാരണ നമ്മുടെ നൂലാണോ നമ്മൾ തയ്ക്കുന്നത്? അതെ. ഇത് ഞാൻ നൂല് വരൂല്ലോ. ഇത് എന്തോരം നൂല് വരും ഇതിനകത്ത്? ഇത് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററോളം വരും. 3.5 കിലോമീറ്റർ? ഇത് നൂലിന്റെ ഒരു ഫുൾ ബണ്ടില് 8000 മീറ്ററാ. അതിൽ ഏകദേശം ഒരു പകുതി അടുത്തായിട്ടുണ്ട്. 3 കിലോമീറ്ററോളം നൂലുകൾ ഉപയോഗിച്ചിട്ടാട്ടോ ഈ ചിത്രം നിർമ്മിച്ചേക്കുന്നത്. ഇത് നായനാർ മാത്രമല്ല, കലാഭവൻ മണിയുണ്ട്, പിന്നെ ഉമ്മൻചാണ്ടി ഉണ്ട്, പിന്നെ ഇവിടെ മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയുണ്ട്, മോഹൻലാൽ ഉണ്ട്. ഇതൊക്കെ തെർമോക്കോളിലാണ് നിർമ്മിച്ചേക്കുന്നത്. ഇത് മൾട്ടിവുഡിൽ നിർമ്മിച്ചേക്കുന്ന ചിത്രങ്ങളാണ്. പിന്നെ അബ്ദുൽ കലാമിൻ്റെ പറഞ്ഞുണ്ട്, പൂർത്തിയായിട്ടില്ല. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് അളവുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഇത് ഓരോ മുട്ടുസൂചിയും ഇങ്ങനെ കറക്റ്റ് അളവില് ഇത് കൃത്യം നമ്മളൊരു സമചതുരത്തിലാണ് പറ്റുള്ളൂ. ഇതിൽ ഒരേ സെന്റിമീറ്റർ, ഇവിടുന്ന് അടുത്ത മുട്ടുസൂചി ഒരേ സെന്റിമീറ്ററിലാണ് പോകാറുള്ളൂ. അപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ 63 ആണെങ്കിൽ തിരിച്ചും 63 തന്നെ, 63 ഇങ്ങോട്ട് 63. അങ്ങനെ സമചതുരത്തിലാണ്. 4 വശത്തും ഒരേ എണ്ണമായിരിക്കണം. ഒരേ അളവ് തന്നെ, ഒരേ സെന്റിമീറ്റർ ഇടവിട്ട് മുട്ടുസൂചി. ഇപ്പൊ ഈ നൂല് പാകുന്ന നൂല് പാകുന്ന ഇതിന് നമ്പർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതില് നമ്പർ ഉണ്ട്. 1, 2, 3. ഇത് ഇങ്ങനെ ഇതുപോലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓരോ മുട്ടുസൂചിക്ക്. 1, 2, 3 ഇങ്ങനെ ടോട്ടല് 252 ഉണ്ട്. 252 മുട്ടുസൂചി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ നൂല് എങ്ങനെ പാകും? നൂല് നമ്മൾക്കിപ്പോ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട്. ഒന്നാണെങ്കിൽ 124 വലിക്കുക. അങ്ങനെ വലിച്ച് കൃത്യമായിട്ട് പാകിയെടുത്താൽ മതി. ഒരു സൂചിന്ന് അടുത്ത ഇതിലോട്ട് നമ്പർ ഉണ്ടല്ലേ? അതിലോട്ട് മാത്രമേ പാകൂ. അതിലോട്ട് മാത്രം പാകണം. ഇത് നല്ല ക്ഷമ വേണ്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഇത് എത്ര നേരം എടുക്കും ഇതിലൊരു പടം പൂർത്തിയാക്കാൻ? ഞാൻ അങ്ങനെ കൃത്യസമയം ഒന്നും നോക്കിയിട്ടില്ല. നമ്മളെ കൃഷിപ്പണിയാണ് മെയിൻ ആയിട്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്തൊക്കെ ചെയ്യുന്ന. എന്താണേലും ഒരു 10-12 മണിക്കൂറോളം വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്കൊരു ദിവസം പണിയൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കിട്ടുമെങ്കിൽ അരമണിക്കൂർ അങ്ങനെയൊക്കെ ചെയ്താ. കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടില്ല. നല്ല കഷ്ടപ്പാടുണ്ടല്ലേ? ഓരോ നൂലയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നോക്കിയിരുന്ന്. ഇതില് ഈ മാറിപ്പോകരുത്, നമ്പർ മാറിപ്പോകരുത്. നമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പിന്നെ അത് അഴിച്ചോണ്ടാ മതി. അങ്ങനെ ഞാൻ ആദ്യം ഉണ്ടാക്കിയതൊക്കെ ഞാൻ അഴിച്ചായിരുന്നു. മോഹൻലാലിന്റെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരെണ്ണം തെറ്റിപ്പോയ പടം മൊത്തം പോയി. മൊത്തം പോയി. ഇതാ ആദ്യം ഉണ്ടാക്കി. പക്ഷെ ഇതൊക്കെ അഴിക്കേണ്ടി വന്നു. മോഹൻലാലിന്റെ ഒരു പടം കേട്ടോ. ഒരു 3 വട്ടം അഴിച്ച പിന്നെ ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ പടം. അത് കഴിഞ്ഞാണ് നമ്മള് മനസ്സിലാക്കിയത് ഇതില് ആപ്ലിക്കേഷന്റെ കൂടുതലും ഫോട്ടോയിലാണ് ഇതിന്റെ ടെക്നിക്ക് കൂടുതലും കിടക്കുന്നത്. കറക്റ്റ് ആ ആപ്ലിക്കേഷന് കൊള്ളുന്ന ഫോട്ടോ അത് നമ്മള് മൊബൈലിൽ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം ഫോട്ടോ. ഇതാണ് ചേട്ടൻ്റെ ആദ്യത്തെ പരിശ്രമം. ഇതാണ് ചേട്ടൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചിത്രം. ഇതാണ് കേട്ടോ. ഇത് ഏകദേശം 3 കിലോമീറ്ററോളം വരുമല്ലേ നൂല്? ഏകദേശം ഒരു 3 കിലോമീറ്ററോളം വരും. അപാര ക്ഷമ വേണ്ട ഒരു പരിപാടി കേട്ടോ. 3 കിലോമീറ്ററോളം നൂലുണ്ട്, 10-250 ആണിയുണ്ട്. ഇത് മുട്ടുസൂചി വെച്ചുണ്ടാക്കുന്നത്. ഇത് തെർമോക്കോളല്ല. ആദ്യമൊക്കെ തെർമോക്കോള് ഈ ടിവിയുടെയും ഫ്രിഡ്ജിന്റെ ഒക്കെ ബാഗിലൊക്കെ വരുന്നില്ലേ, ആ തെർമോക്കോളാ. അപ്പൊ അത് ചുമ്മാ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ഇതല്ലേ, പ്രകൃതിക്കും ദോഷമായിട്ട് തന്നെ കിടക്കുന്ന. അത് നമ്മൾ ഈ ഒരു രൂപത്തിൽ ആക്കിയെടുത്തു. ഈ ചിലര് പറയുന്ന ഇത് പടം വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ വരയ്ക്കുന്നതാണ്. കണ്ട ആൾക്കാർ പറഞ്ഞു ആദ്യം പറഞ്ഞ അവർ ഇതിന്റെ അടിയിൽ പടം വെച്ചിട്ട് നമ്മളിങ്ങനെ നൂല് വലിച്ചു കഴിഞ്ഞിട്ട്
പടം എടുത്ത് കളയുന്നതൊക്കെ പറഞ്ഞു. കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഇതുണ്ടോ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഇത് പടം വെച്ച് വരച്ചാന്നേ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഇത് സൂക്ഷിച്ച് അടുത്ത് വന്ന് നോക്കിയുമ്പോൾ കാണാം, കണ്ടോ, നൂലും ആണിയും വെച്ചിട്ടാണ് നല്ല ക്ഷമയോടുകൂടി കുത്തിയിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കണം. നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഇത് പടം വരച്ചായിട്ട് തോന്നുള്ളൂ. ഇപ്പൊ ചേട്ടൻ എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ട് ഇത്? ഞാനിപ്പോ ഒരു വർഷത്തോളമായിട്ടുണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ട്, ഒരാളുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അതില് ആള് ഇതേപോലെ നൂൽചിത്രം ഉണ്ടാക്കാൻ വേണ്ടി ചോദിച്ചു. ആ ചോദിച്ചപ്പോ അവര് ഭയങ്കര 11,000 12,000 16,000 ആ ഒരു റേറ്റ് അങ്ങനെ കണ്ട പറഞ്ഞു. അപ്പൊ ആളിങ്ങനെ അത് പഠിക്കാൻ വേണ്ടി നോക്കിയതും ആ ഒരു ശ്രമം. അപ്പൊ എനിക്കും തോന്നിയത് എന്താ നമുക്കൊന്ന് നോക്കാം. അങ്ങനെയാണ് ഈ നൂൽചിത്രത്തിലേക്ക് ഒന്ന് ഇറങ്ങിയത്. തന്നെ ഇരുന്ന് പരീക്ഷിച്ച് അതെ. ഇനി ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാക്കാനാണോ പ്ലാൻ? ഇതുപോലെ ഉണ്ടാക്കണമെന്നുണ്ട്. ഇപ്പൊ നമ്മള് ആരുടെങ്കിലും ഒരാളുടെ ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാൽ ചേട്ടൻ അത് ഉണ്ടാക്കി കൊടുക്കും? ഉണ്ടാക്കും, പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ ഒരു ചിത്രം ഉണ്ടാക്കി വേണമെന്നുണ്ടെങ്കിൽ, സ്വന്തം ഫോട്ടോയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ഫോട്ടോയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ചേട്ടൻ ഇതുപോലെ ഒരു ത്രെഡ് ആർട്ട് ചെയ്തു തരും. അതിപ്പോ അതിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത്രയും വലിയ റേറ്റ് ഒന്നും നമുക്ക് വേണ്ട, അതിലും ഒരുപാട് താത്തി നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേട്ടൻ്റെ നമ്പർ നമ്മൾ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോസുകൾ ത്രെഡ് ആർട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ മനോഹരമായിട്ടുള്ള ഫ്രെയിമിൽ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രതീഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ചേട്ടൻ തീർച്ചയായിട്ടും ചെയ്തു തരും. കണ്ടോ, കലാഭവൻ മണിയുടെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം. EK നായനാര്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കുന്ന രതീഷ് ചേട്ടന് ഒരു നന്ദി അർപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രതീഷ് ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ ത്രെഡ് ആർട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ചിത്രങ്ങൾ ചെയ്തു വെച്ചേക്കുന്ന ആദ്യമായിട്ടാണ്. കണ്ടോ, ഒരുപാട് ചിത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. അബ്ദുൽ കലാം, മമ്മൂട്ടി, പിന്നെ കലാഭവൻ മണി, മോഹൻലാൽ. അപ്പം ഇനിയും ഇത്തരം ഒരുപാട് ചിത്രങ്ങൾ ചെയ്യട്ടെ. നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഉണ്ടെങ്കിൽ ചേട്ടൻ ഇനിയും ഒരുപാട് ചിത്രങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ത്രെഡ് ആർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.